ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ മോണ്ടിസോറി മെത്തേഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഡോക്ടർ മരിയ മോണ്ടിസോറിയെ പരിചയപ്പെട്ടു. മോണ്ടിസോറി മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയായ സെൻസോറിയൽ അപ്പാരറ്റസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് സെൻസോറിയൽ വർക്ക് എന്നുള്ളതാണ്. എന്താണ് സെൻസോറിയൽ വർക്ക്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് സെൻസ് എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് എല്ലാവർക്കും സെൻസ് ഉണ്ട്, പലതരത്തിലുള്ള സെൻസ് ഉണ്ട് അല്ലെങ്കിൽ സെൻസസ് ഉണ്ട്. അപ്പൊ സെൻസോറിയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത് സെൻസ് അല്ലെങ്കിൽ സെൻസസ് എന്നിൽ നിന്നാണ്. ഓക്കെ, ദ സെൻസോറിയൽ കംസ് ഫ്രം ദ വേർഡ് സെൻസ് ഓർ സെൻസോറിയൽ, as there are no new experience for the child to take them from the sensorial work. The child is able to concentrate on the refinement of all senses from visual to stereognostic. എന്താണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്? അതായത് വിഷ്വൽ കാണുന്നത് മുതൽ കുട്ടികൾ തൊട്ട് അനുഭവപ്പെടുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും കുട്ടി അബ്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ നല്ല അടിത്തറയിട്ട് കുട്ടി മനസ്സിലാക്കുന്നതാണ്, ആ കുട്ടിയുടെ സെൻസസ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത് സെൻസോറിയൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്കറിയാം എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, കുഞ്ഞൊരു കുട്ടിയോട് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടി ചൂടുവെള്ളം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി തൊടുവോ? ഇല്ല. കാരണം എന്താണ്? കുട്ടിക്ക് ഓൾറെഡി അത് സെൻസ്ഡ് ആണ്, ചൂടുണ്ട്, തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ളത് അല്ലേ? അപ്പൊ ദാറ്റ്സ് ഓൺലി. എന്താണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ സെൻസസ് വഴി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നമ്മുടെ മനസ്സിൽ അത്ര കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ദ സെൻസോറിയൽ വർക്ക് എന്ന് പറയുന്നത്. ദ മെയിൻ പർപ്പസ്, ഇനി സെൻസോറിയൽ വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? The purpose and the aim of the sensorial work is for child to acquire clear, അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള കോൺഷ്യസ് ഇൻഫോർമേഷൻ ആൻഡ് ടു ഏബിൾ then make classification in his environment. അതായത് കുട്ടി സെൻസസ് വഴി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ആ ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കുട്ടിക്ക് ക്രോഡീകരിക്കാൻ കഴിയുന്നു. അതായത് ഇൻ ദ എൻവയോൺമെന്റ്, അത് എന്തുമായിട്ട് കണക്ട് ചെയ്താണ്? എൻവയോൺമെന്റുമായി കണക്ട് ചെയ്ത് കുട്ടിക്ക് അത് ക്രോഡീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ബിലീവ്ഡ് ദാറ്റ് the sensorial experience begins at the birth. അതല്ല മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ സെൻസ് അല്ലെങ്കിൽ സെൻസസ് എപ്പോൾ തൊട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ്, കുട്ടി എപ്പോൾ തൊട്ട് സെൻസിൽ എക്സ്പീരിയൻസ്ഡ് ആണ് അറ്റ് ബർത്ത് മുതൽ കുട്ടി എക്സ്പീരിയൻസ്ഡ് ആണ് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടി ഓരോ സെൻസസും ത്രൂ ഹിസ് സെൻസസ്, ഓരോ കുട്ടിയുടെ സെൻസസും ദ ചൈൽഡ് സ്റ്റഡീസ് എൻവയോൺമെന്റ്, കുട്ടി എന്താണ് ചെയ്യുന്നത്, അവന്റെ ഓരോ സെൻസസ് വഴി അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു. ത്രൂ ദ സ്റ്റഡി, ആ സ്റ്റഡിയിലൂടെ the child then began to understand his environment. അത് ആ ഒരു കുട്ടി അറിയുന്നതിനെ കുറിച്ച് കുട്ടിയുടെ പരിസ്ഥിതിയെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളെല്ലാം സെൻസോറിയൽ എക്സ്പ്ലോറർ എന്ന് പറയപ്പെടുന്നു. കുട്ടികളെല്ലാം സെൻസോറിയൽ എക്സ്പ്ലോറർ എന്ന് പറയപ്പെടും. ത്രൂ വർക്ക് വിത്ത് സെൻസോറിയൽ മെറ്റീരിയൽ, കുട്ടികൾ സെൻസോറിയൽ അപ്പാരറ്റസ്, സെൻസോറിയൽ മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ the child is given key to classifying the things around them. നമ്മുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് അത് അവർക്കടെ ബുദ്ധിപരമായിട്ടുള്ള എന്താണ് പറയുക, ഓർഗനൈസിങ് ഹിസ് ഇന്റലിജന്റ്, അവന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും ആശ്രയിച്ചിരിക്കും. ഓക്കെ, ദെൻ എന്തെല്ലാം എക്സസൈസ് ഗ്രൂപ്പ്സ്, ഈ സെൻസോറിയൽ വർക്കിൽ എന്തെല്ലാം എക്സസൈസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ മരിയ മോണ്ടിസോറി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Sensorial exercise were designed by Montessori to cover every quality can be perceived the senses such as size, shape, composition, texture, loudness, softness, matching, weight, temperature, pain, etc.
In the visual sense, exercise, the child learn how to visually discriminate the difference between similar object and differing object. ഇനി എന്താണ് വിഷ്വൽ സെൻസ് വഴി കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാണ്. കുട്ടിക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. എന്തെല്ലാം എന്താണ്. ടാക്ടൈൽ സെൻസ് ആണെങ്കിൽ എന്താണ് സോഫ്റ്റ്നെസ് എന്താണ്, ഹാർഡ്നെസ് എന്താണ് എന്നുള്ളതെല്ലാം കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ ആണ് ഓരോ സെൻസസും പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്താണ് ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ദ ഡിസൈൻഡ് മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ കണ്ടു മോണ്ടിസോറിയയിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസോറിയൽ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദ മെറ്റീരിയൽ ഐസൊലേറ്റ്സ് ദ വൺ ക്വാളിറ്റി. the quality is the best. അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുഡ് ആയിരിക്കും, ഐസൊലേറ്റഡ് ആയിരിക്കും. the allows the child to focus on that one quality. എല്ലാ കുട്ടികൾക്കും ഒരേ ക്വാളിറ്റിയിലുള്ള ഒരു സാധനങ്ങളാണ് എക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. The second one is the all of the materials have what is called control of error. This calls to the child to make the correction himself. അതായത് ഒരു കുട്ടിക്ക് പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെൻസോറിയൽ വിഷ്വൽ അപ്പാരറ്റസ് ആണ് എന്ത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 10 വുഡൻ ക്യൂബ്സ് ആണുള്ളത്. 1 സെന്റിമീറ്റർ തൊട്ട് 10 സെന്റിമീറ്ററോളം വേരിയും വരുന്ന 10 വുഡൻ ക്യൂബ്സ് ആണുള്ളത്. അപ്പൊ നമ്മളത് കുട്ടിയെ കാണിച്ചു കൊടുക്കും. കുട്ടി അതിൽ ഓരോ എക്സസൈസുകൾ ചെയ്യുന്നു, മാച്ചിങ്, ഗ്രേഡിങ്, അങ്ങനെ ഓരോന്ന് ചെയ്യുന്നു. അപ്പം കുട്ടി അതിൽ നിന്ന് മനസ്സിലാക്കാണ്. അതായത് ഫസ്റ്റ് 10ന് മുകളിലാണ് 9 ലിഫ്റ്റ് അപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാവണമല്ലോ. അവർ പെട്ടെന്ന് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ഓർഡർ തെറ്റാണ് എന്നുള്ളത് കുട്ടി പിന്നെ നോക്കുമ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നു. ദാറ്റ് മീൻസ് ദ കറക്ഷൻ ഹിംസെൽഫ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറക്ഷൻ ഹിംസെൽഫ് എന്ന് പറയുന്നത്. തന്നെത്താനെ തെറ്റുകൾ തിരുത്തുന്നു. ദെൻ all the materials is aesthetically pleasing. എന്താണ് കുട്ടികളുടെ ഇഷ്ടാനുഷ്ടം ഉപയോഗിക്കാവുന്നതാണ്, അവർക്കുടെ ഇഷ്ടത്തിന് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം. such as the practical life, this attracts the child attention to the objects, allow the child to manipulate materials with the same. അവർ കാണുന്ന മെറ്റീരിയൽ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതായത് പോറിങ്, സ്പൂണിങ്, ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. കുട്ടി കാണുമ്പോൾ തന്നെ കുട്ടി അത് ഇഷ്ടപ്പെടുന്നു, അത് തന്നെ ചെയ്യാൻ അവർ തന്നെ മുന്നിലേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓൾ ഓഫ് ദ മെറ്റീരിയൽ മസ്റ്റ് ബി കംപ്ലീറ്റ്. അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലും എന്തായിരിക്കും, കംപ്ലീറ്റ് ആണ്. അതായത് ഒരു അതെന്ന് പറയുന്നത് പിങ്ക് ടവർ എന്ന് ഞാൻ പറഞ്ഞു 1 തൊട്ട് 10 വരെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷനിലാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ഓരോ അപ്പാരറ്റസുകളും നിർമ്മിച്ചിരിക്കുന്നത്. then all of the material is limited. എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? The first use of the term limited refers to the fact that there is only each material in the environment. This calls other students to build on their patience. കുട്ടികളുടെ പേഷ്യൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു സമയം ഒരു മെറ്റീരിയൽ ആണ് കുട്ടികളെ പ്രസന്റ് ചെയ്യുക. മറ്റു കുട്ടികൾ അവർക്ക് കിട്ടുന്ന ടേൺ വരെ അതെന്ത് ചെയ്യണം, ഇരിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ട്രഡീഷണൽ സ്കൂളുകളിലൊക്കെയാണ് നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്റെയാണ് നിന്റെയാണ് അങ്ങനെയുള്ള കുറെ എന്താ പറയുന്നത് തർക്കങ്ങളും തട്ടിപ്പറിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഓക്കെ, അതുപോലെ തന്നെ all the materials could be materialized abstraction. This means that through Montessori sensorial materials, abstract concepts are made up to concrete material. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് അത് കോൺക്രീറ്റ്, അത് നല്ല ബലപ്പെട്ട രീതിയിൽ ആക്കുന്നതാണ് എല്ലാ മെറ്റീരിയൽസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഒരു 6 പോയിന്റ്സ് ആണുള്ളൂ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ്, സെൻസോറിയൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണുള്ളത്. അപ്പൊ നമുക്ക് ഇത്രമാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്.